Earn Marks, your perfect learning partner. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഹൈഡ്രോ കാർബൺസ് എന്താണ് എന്നതിനെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഹൈഡ്രജൻ ആൻഡ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. ദീസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരുന്നു മെയിനായിട്ട് പഠിച്ചിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫിസിക്കൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടും പഠിച്ചു. സോ ദിസ് കംസ് ദ ഓർഗാനിക് പാർട്ട് ഓഫ് യുവർ 12th chemistry board exam. Okay, so hydrogen and carbon containing organic compounds are hydrocarbons. Okay, these are simplest and most fundamental class of organic compounds forming the backbones of all organic chemistry. So നമ്മൾ പറഞ്ഞ പോലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി ഹൈഡ്രോകാർബൺ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, സോ ഫൗണ്ടേഷൻ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഫൗണ്ടേഷൻ എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് വരുന്ന ബ്രിക്സ് ജസ്റ്റ് ഒന്ന് വീക്ക് ആയാൽ പോലും വി ക്യാൻ മേക്ക് ദാറ്റ് ഇൻ ടു സ്ട്രോങ്ങർ വൺ, ലൈക്ക് റിപ്പീറ്റഡ് റിവിഷൻ, ബട്ട് ബേസ് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക. സോ ദിസ് ആർ ദ സിംപ്ലസ്റ്റ് ഫണ്ടമെൻ്റൽ ക്ലാസ് ഓഫ്, ഇത് ഓർത്ത് വെക്കുക, സിംപ്ലസ്റ്റ് ആൻഡ് ഫണ്ടമെൻ്റൽ ക്ലാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഒരു ബേസിക് ഹൈഡ്രോകാർബണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ, ദിസ് കണ്ടെയ്ൻസ് കാർബൺ ആറ്റം ക്യാൻ ഫോം 4 കോവാലന്റ് ബോൺഡ്സ്. നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. S2P2 അങ്ങനെ എസിൽ 2 ഇലക്ട്രോണും പിയിൽ 2 ഇലക്ട്രോണുമാണ് വരുന്നത്. ഓക്കെ, സോ കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് കാർബണിന് 4 കോവാലന്റ് ബോൺഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അയണിക് ബോണ്ട് അല്ല, ബൈ ഷെയറിങ് ഓൺലി ദേ ക്യാൻ ഫോം ന്യൂ കോമ്പൗണ്ട്സ്. ഓക്കെ, സോ 4 കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കാർബണിന്. ഓക്കെ, ദേ മേ ലിങ്ക് വിത്ത് അതർ കാർബൺ ആറ്റം ഇൻ എ ചെയിൻ ആൻഡ് ബ്രാഞ്ചസ് ഓർ റിങ്സ്. സോ ഇങ്ങനെയാണ് ഒരു ബേസിക് ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബണിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഫീച്ചർ ആണ്, ഇൻബിൽഡ് ഫീച്ചർ ആണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. സോ എന്തായിരുന്നു കാറ്റിനേഷൻ? ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ, ബട്ട് ഒന്നും കൂടി ഒന്ന് റീഫ്രഷ് ചെയ്യാം. കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിനെ അതേ എലമെൻറ്റുമായിട്ട് ബോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. സോ അതർ ദാൻ കാർബൺ, സൾഫർ can also have that property of catenation but not up to that extent. Okay, കാർബൺ കാണിക്കുന്ന അത്രയും എക്സ്റ്റെൻഡ് ഒരു വെറൈറ്റീസ് ഓഫ് കോമ്പൗണ്ട്സ് സൾഫറിന് പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ സൾഫർ ഓൾസോ ഷോ കാറ്റിനേഷൻ. ഈ കാർബണിൻ്റെ ഈ കാറ്റിനേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാരണമാണ് നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഇത്രയും ഇമ്പോർട്ടൻസും ഇത്രയും വെറൈറ്റീസ് ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി. ഓക്കെ, സോ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കാർബൺ ആറ്റം, അതായത് നമ്മളുടെ ഹൈഡ്രോ കാർബണിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ വാലൻസി നമുക്കറിയാം 4 ആണ്. സോ ഈ 4 വാലൻസി വെച്ചിട്ട് അവർക്ക് 4 കോവാലന്റ് ബോൺഡ്സ് ഉണ്ടാക്കാം. ഐദർ ഒരു കാർബൺ ആറ്റോ ആയിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റോ, ഹൈഡ്രജൻ ഉണ്ടാവും, മേ ബി ഹൈഡ്രജൻ അല്ലാത്ത എലമെൻറ്റ്സ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, ഇവരെല്ലാം ഉണ്ടാവും, സൾഫർ എല്ലാം ആയിട്ട് ഇവർക്ക് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിട്ട് സോ കാർബണിൻ്റെ വാലൻസി ആ ഒരു 4 എന്നുള്ളത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് when it comes to the hydrogen atom bonds to carbon to satisfy its valency 1. സോ നമുക്കറിയാം ഹൈഡ്രജൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഈ ഒരു 1 ഇലക്ട്രോൺ വെച്ചിട്ട് അവർക്ക് വേറെ ഒരു ആറ്റോ ആയിട്ടുള്ള വേറെ ആറ്റത്തിൻ്റെ 1 ഇലക്ട്രോണും ആയിട്ട് ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. സോ ദിസ് ഹൈഡ്രജൻ ആറ്റം ഓൾവേസ് ബോണ്ടഡ് ടു ദ കാർബൺ ആറ്റം. ഓക്കെ, ദിസ് കാർബൺ ആറ്റം ക്യാൻ ബോണ്ട് ടു ഐദർ എ കാർബൺ ആറ്റം or with some other elements including hydrogen. So this is the basic structure of hydrocarbons. Okay, Earn Marks, your perfect learning partner.